നമസ്കാരം, ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആർ ശ്യാം ബാബു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ലൈവിൽ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുക്കോലയിൽ ഒരു യുവാവ് അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എങ്ങനെ അപകടം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, വിഴിഞ്ഞത്തേക്ക് പാറയുമായി പോകുന്ന ഒരു ലോറിയിൽ നിന്നും പാറയുടെ ഒരു ഭാഗം തെറിച്ച് ഈ യുവാവിൻ്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ, അനന്തു എന്ന ഈ ചെറുപ്പക്കാരനെ, BDS വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തെ നിംസ് ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ ഈ അപകടം വരുത്തിവെച്ച ലോറിയുടെ ഭാരപരിശോധന ഇപ്പോൾ തിരുവനന്തപുരം ഇഞ്ചക്കലിൽ നടക്കുകയുണ്ടായി. ഈ ഭാരപരിശോധനയിൽ അനുവദിച്ചതിലും അധികം പാറ ഈ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ അപകടം മനഃപൂർവ്വം വരുത്തിവെച്ചത്, അതായത് അമിത ലാഭ കൊതി മൂലമാണ് ഈ അപകടം വന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈഞ്ചക്കലിലാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് തിരുവനന്തപുരം വിഴിഞ്ഞം പോലീസ് ഉടൻ തന്നെ ഈ റിപ്പോർട്ട് കൈമാറും. ഈ അപകടം വരുത്തിയ ലോറിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവറും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. BDS വിദ്യാർത്ഥിയായ അനന്തുവാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. അദ്ദേഹത്തിൻ്റെ മരണമാണ് അതിദാരുണമായി സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് അനന്തുവിൻ്റെ വസതിയാണ്. സംഭവം ഞാനിത് നേരിട്ട് കണ്ട സംഭവമല്ല. ഞാൻ രാവിലെ 8 മണിക്ക് എനിക്ക് ഫോൺ കോൾ വന്ന്, മോനെ ഇതിനൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഞാൻ കൊച്ചിയിൽ തന്നെയാണ്, അവൻ്റെ ആക്സിഡൻറ്റ് പറ്റി മെഡിക്കൽ കോളേജിലാണെന്നാണ് ആദ്യത്തെ അറിവ്. ഞാനങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, അല്ല അവൻ പഠിക്കുന്ന നിംസിലാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ഒരു വിവരവും ഞാൻ അറിഞ്ഞില്ല. എന്ത് ആക്സിഡൻറ്റ് നടന്നെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് നേരെ നിംസിലേക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളക്കടവിൽ നിന്നും നിംസിലേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് എത്തി. IC യൂണിറ്റിലാണ് മോൻ കിടക്കുന്നത്. അപ്പം ഞാനത് അവിടുത്തെ PR ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് മോനെ കണ്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കയറി കാണുകയും അപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്, ഇത് അദാനിയുടെ കമ്പനി പണിയാനായിട്ട് കൊണ്ടുപോയ ടിപ്പറിൽ നിന്നും ഒരു കരിങ്കൽ പാളി മോൻ്റെ വാഹനത്തിലേക്ക് മറിഞ്ഞു. തല കഴിഞ്ഞുള്ള ഭാഗത്ത് മൊത്തം തകർന്നു പോയി. മൊത്തം തകർന്ന് ലിവർ വരെ പിരിന്നു പോയി. അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുമായിരുന്നു. അപ്പോൾ ഈ ലോറി ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മുക്കാലയിൽ എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല. പിന്നെ 4ഓളം മരണങ്ങൾ ഇവരുടെ ഭാഗത്ത് ഈ ടിപ്പറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപികയുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പ്രതിഷേധങ്ങൾ പലതും നടത്തി നോക്കിയിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ഇന്നലെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നു, ഉപരോധം നടന്നു. ഇന്നൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. നാളെ മന്ത്രി ശിവൻകുട്ടിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിപ്പോരം പ്രശ്നമായ ഒരു സംഭവമായിപ്പോയി. ഇന്ന് മന്ത്രിമാരെല്ലാവരും വന്നിട്ട് പോയി, മേയർ വന്നിട്ട് പോയി, സബ് കളക്ടർ വന്നിട്ട് പോയി, തഹസീൽദാർ വന്നിട്ട് പോയി. അതുകൊണ്ട് നാളെ ഒരു ചർച്ച, ഇതുവരെ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്നത് ഒരു പ്രതിഷേധം നടക്കും. പ്രതിഷേധം കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം വണ്ടി ഓടില്ല, 3ൻ്റെ അന്നോട്ട് വീണ്ടും ഇതേ ട്രിപ്പർ, ഇതേപോലെ മരണപ്പാച്ചിലാണ് അവർ. 20 ടണ്ണ് കയറേണ്ട ലോറിയിൽ 30 ടണ്ണ് കരിങ്കല്ലും കയറ്റിയാണ് അവർ വരുന്നത്. ഒരു പച്ച നെറ്റ് മാത്രമേ അതിൽ മൂടിയിട്ടുള്ളൂ. അവരുടെ അമിത വേഗതയിലാണ് ഇപ്പം ഈ ഒരു ജീവൻ പൊലിഞ്ഞത്. ഒരു വീട്ടിൻ്റെ അത്താണി ആവാനുള്ള ആളാണ്. ഡോക്ടറാവാൻ ഇനി 6 മാസത്തെ സമയം കൂടെ ഉണ്ട്. അങ്ങനെ സംഭവിച്ച സംഭവമാണ്. ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും പാറ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാറ ഈ ഒരു റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിനെതിരെ നാട്ടുകാർ നിരന്തരം ഇവിടെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരം വാഹനങ്ങൾ നിരന്തരം ഇവിടെ അപകടം വരുത്തി വയ്ക്കുകയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്നും വലിയ പ്രതിഷേധം ഈ സ്ഥലത്ത് ഉണ്ടാവുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലെ നിർമ്മാണ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ ഈ ഒരു സ്ഥലത്ത്, അതായത് വിഴിഞ്ഞം പോർട്ടിന് മുന്നിൽ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തികൾ ഒരു കാരണവശാലും ഇനി നടത്താൻ സമ്മതിക്കില്ല എന്ന ഒരു നിലപാടിലാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹവും ഉള്ളത്. അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തണമെങ്കിൽ ഈ അപകടം വരുത്തിവെക്കുന്ന വാഹനങ്ങളെ ഇവിടെ ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ BDS വിദ്യാർത്ഥിയായ ഒരു യുവാവിനാണ് ഇത്തരത്തിൽ അശ്രദ്ധ മൂലം, അതായത് ഈ ലോറിയുടെ ഡ്രൈവർക്ക് വരുത്തിവെച്ച, അതായത് ലാഭ കൊതിയോട് കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു അശ്രദ്ധ
ദുരന്തം മൂലം ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആനന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ അപകടം വരുത്തിവെച്ച വാഹനത്തിൻ്റെ ഡ്രൈവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അയാൾക്ക് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. അത് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നോ ജാമ്യം ലഭിക്കാൻ സാധിക്കുന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഭാരപരിശോധനയിൽ അമിതഭാരം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ചുമത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ FIR ഓൾട്ടർ ചെയ്യാനും ഇയാളെ റിമാൻഡിൽ വെക്കാനുമുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.